ഹലോ ഫ്രണ്ട്സ്, വല്ല ആക്രിയും തടയോന്നറിയാൻ വീട്ടുവളപ്പിലൂടെ നടന്നപ്പോൾ കൈ കിട്ടിയതാണ് ഈ ചുള്ളിക്കമ്പുകൾ. വേസ്റ്റ് നീട്ടൊരു ബോട്ടിൽ ജില്ലിയോ പുഴിയോ മറ്റോ നിറക്കാന്ന് വിചാരിച്ചപ്പോൾ അത് പെട്ടത് കിട്ടാനില്ല. അതുകൊണ്ട് മുറ്റത്താണ് കാണിച്ചിരിക്കുന്ന കുറച്ച് കാപ്പിക്കുരു വാരി അതിൽ നിറച്ചു. ഒരു കുഞ്ഞിക്കൈയും കൂടി എന്റെ കൂടെ കൂടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ചുള്ളം കമ്പുകളൊക്കെ അതിൽ കുത്തിവെച്ചതിന് ശേഷം നമ്മൾ പലരും കാണാതെ മറ്റൊരു മുകളിൽ ഒരാളെ കളത്തിലിറക്കിയിട്ടുണ്ട്. വേറെ ആരുമല്ല, ഇവിടുത്തെ മെയിൻ കഥാപാത്രം നമ്മുടെ മെഴുകുതിരിയാണ്. മെഴുകുതിരി ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഡബിൾ ബോയിലിങ്ങിലൂടെ ഉരുക്കിയെടുക്കുക. കുട്ടികളൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചോണം, കൈകൊള്ളാൻ നല്ല ചാൻസ് ഉള്ള ഒരു പരിപാടിയാണ്. കളർ കിട്ടാൻ ഞാൻ ഒരു പീസ് ക്രയോണും കൂടി ഇട്ടു. പക്ഷേ എന്ത് ചെയ്തിട്ട് അത് മാത്രം ഒരുക്കിയില്ല. അബദ്ധം എനിക്ക് എപ്പോഴും പറ്റുന്നതുകൊണ്ട് അതാരും കാര്യമാക്കണ്ട. പിന്നെ വീഡിയോ കാണുന്ന പോലെ നമ്മുടെ 3 പേരിൽ തണുത്ത ഐസ് വാട്ടറിൽ മുക്കി വെച്ച ശേഷം ഉരുക്കിയെടുത്ത് മെഴുകുതിരിയിലും കൂടി ഒന്ന് മുക്കുക. എന്നിട്ട് നമ്മുടെ ചുള്ളം കമ്പുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുക, വലിക്കുക. അങ്ങനെ എത്ര ഫ്ലവേഴ്സ് ചെയ്തെടുക്കാൻ പറ്റുമോ അത്ര ഫ്ലവേഴ്സിനെ ചെയ്തെടുത്തിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ തന്നെ എല്ലാം കൂടി ആയപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ചാമ്പൊക്കെ വിരിഞ്ഞു നിൽക്കുന്നത് പോലെ ഉണ്ടെന്നാണ് എന്റെ മേമ പറഞ്ഞത്. അത് കേട്ടപ്പോൾ സംഭവം ശരിയാണെന്ന് തോന്നുന്നുണ്ടല്ലേ? അങ്ങനെ തോന്നിയവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യണേ, ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.